ഹലോ ഫ്രണ്ട്സ്, എച്ച് ആൻഡ് എച്ച് വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിന്ന് വന്നിരിക്കുന്നത് ചീരത്തോരനുമായിട്ടാണ്. എല്ലാവരും ചീരത്തോരൻ വയ്ക്കുമെന്ന് എനിക്കറിയാം. ഞാൻ ചീരത്തോരൻ വയ്ക്കുന്ന രീതിയാണ് ഞാൻ കാണിച്ചു തരുന്നത്. അതിന് ഇല സെപ്പറേറ്റ് അരിഞ്ഞും തണ്ട് സെപ്പറേറ്റ് അരിഞ്ഞാണ് ഞാൻ വെച്ചിരിക്കുന്നത്. ആദ്യം അതിൽ തണ്ടിലേക്ക് ഒരു വലിയ സവോള അരിഞ്ഞതും 3 പച്ചമുളകും 1 പിടി കരിവേപ്പിലയും എടുത്തിട്ടുണ്ട്. 2 പിടി തേങ്ങ ചിരവിയതുമുണ്ട്. അതിന് ശേഷം ഞാനൊരു പാൻ വെച്ച് കടുക് പൊട്ടിച്ചിട്ട് അതിലേക്ക് ഈ തണ്ടിട്ട് വേവിക്കണം. തണ്ടും സവോളയും പച്ചമുളകും ഇത്തിരി മഞ്ഞൾപ്പൊടിയും ഉപ്പും കൂടി ഇട്ട് വേണം വേവിക്കാൻ. ഈ സമയത്ത് നമ്മുടെ കയ്യിൽ ചെമ്മീനുണ്ടെങ്കിൽ ചെമ്മീനിട്ട് ഇതിൻ്റെ കൂടെ ഇട്ട് വേവിക്കുമെങ്കിലും ചീരയ്ക്ക് നല്ല ടേസ്റ്റ് ഉണ്ടാകും. മഞ്ഞൾപ്പൊടി ഉപ്പും ഇട്ട് കുറച്ച് നേരം മൂടി വെച്ച് വേവിക്കണം. തണ്ടിത്തിരി വേവുള്ളതാണല്ലോ, ഇല പെട്ടെന്ന് വാടിക്കിട്ടും. പക്ഷേ തണ്ടും സവോളയും വാടാൻ സമയമെടുക്കും. അതുകൊണ്ട് അത് മൂടി വെച്ച് വേവിക്കണം. നന്നായിട്ട് ഇളക്കി കൊടുത്തിട്ട് മൂടി വെച്ച് വേവിക്കുക. ഒരു 10 മിനിറ്റ്, ഒരു 5 മിനിറ്റ് വേവിച്ചാൽ മതി. 5 മിനിറ്റ് വേവിച്ചതിന് ശേഷം നമുക്ക് അതിലേക്ക് തേങ്ങാപ്പീരയുണ്ടല്ലോ, ഒതുക്കി വേണം ചേർക്കാൻ. ഞാൻ ഒതുക്കാത്ത തേങ്ങാപ്പീരയാണ് എടുത്തിരിക്കുന്നത്. തേങ്ങാപ്പീരയിട്ട് അതും അതിൻ്റെ കൂടെ നന്നായിട്ട് യോജിപ്പിച്ച് കൊടുക്കണം. എന്നിട്ട് അതിലെല്ലാം മഞ്ഞ കളറൊക്കെ വരുന്ന രീതിയിൽ, തേങ്ങയെ പിടിക്കുന്ന രീതിയിൽ നന്നായിട്ട് വരട്ടി കൊടുക്കുക. വരട്ടി എല്ലാ ഭാഗത്തും എത്തിയതിന് ശേഷം നമ്മുടെ ചീര എടുക്കുക. ചീര ഇതിലോട്ട് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ചീര എല്ലാ വശത്തേട്ടും ചീര ഒരു വാടി കിട്ടാനായിട്ട് കുറച്ച് സമയം എടുക്കും. പെട്ടെന്ന് തീയൊന്ന് ഫ്ലെയിം കൂട്ടി വെച്ചാൽ മതി, പെട്ടെന്ന് വാടി കിട്ടും. ആ ചീരയിലെ വെള്ളവും കൂടി ഇറങ്ങിയിട്ടുണ്ട്. അന്നേരം ഇപ്പം നല്ല വെള്ളം ഉണ്ടായിരിക്കും. ചീരയുടെ ഇലയിലെ വെള്ളവും കൂടി കാണും. അതുകൊണ്ട് നല്ലപോലെ അത് വെള്ളമില്ലാതെ എടുക്കണം. എന്നാലേ കുറച്ച് പെട്ടെന്ന് ചീത്തയാകുകയില്ല. അങ്ങനെ വെള്ളം ഉണ്ടാകുമ്പോഴാണ് ചീത്തയായി പോകും, പെട്ടെന്ന് വളിച്ചു പോകും എന്നൊക്കെ പറയുകയല്ലേ, അങ്ങനത്തെ അവസ്ഥ തന്നെ അത്. അന്നേരം ഈ വെള്ളമില്ലാതെ നല്ല ഡ്രൈ ആക്കി എടുക്കണം. അങ്ങനെ ആകുമ്പോൾ കുറച്ച് വൈകിട്ട് വരെ ഇരിക്കും. പിന്നെ ഫ്രിഡ്ജിൽ വെച്ചിട്ട് നമ്മൾ ഒരിക്കലും ചീര യൂസ് ചെയ്യരുത്. കറി വെച്ച് കഴിഞ്ഞിട്ട് ഫ്രിഡ്ജിലോട്ട് എടുത്ത് വയ്ക്കും, വൈകിട്ട് എടുക്കാമെന്ന് പറഞ്ഞ്. അങ്ങനെ ഉപയോഗിക്കരുത്. ഇത് അയൺ കണ്ടൻ്റ് ഉള്ളതാണല്ലോ ചീരയിൽ. അപ്പോഴേക്കും അത് നമ്മൾ വീണ്ടും ചൂടാക്കുമ്പോൾ അത് വിഷമായിട്ട് മാറും എന്നാണ് പറയുന്നത്. അതുകൊണ്ട് ഒരിക്കലും അങ്ങനെ ചെയ്യരുത്. നമുക്ക് ആവശ്യമുള്ള ചീര എടുത്ത് രാവിലെ വെച്ചതിന് ശേഷം വൈകിട്ടത്തിന് അടുത്ത ചീര വെച്ചാൽ മതി. ചീരയ്ക്ക് അയൺ കണ്ടൻ്റ് ഉള്ളതുകൊണ്ട് തണുപ്പിച്ചിട്ട് വീണ്ടും ചൂടാക്കുമ്പോൾ അത് വിഷമായി മാറും എന്നാണ് പറയുന്നത്. അതുകൊണ്ട് അങ്ങനെ ചെയ്യാതിരിക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. പിന്നെ ഇതുപോലെ വെള്ളം നന്നായിട്ട് വിട്ട് കിട്ടുന്ന രീതി വരെ നന്നായിട്ട് ഇളക്കി കൊടുക്കുക. അന്നേരം കുറച്ച് വൈകിട്ട് വരെ ഞാൻ അങ്ങനെയാണ് വെക്കുന്നത്. ഫ്രിഡ്ജിലോട്ട് എടുത്ത് വെക്കാറില്ല. വെള്ളമില്ലാതെ നല്ല ഡ്രൈ ആയിട്ട് എടുക്കും. ഒത്തിരി ചൂടാക്കാനും പാടില്ലെന്ന് പറയും, പക്ഷെ ഞാനത് അങ്ങനെ എടുക്കുന്നത്. അന്നേരം വൈകുന്നേരം വരെ ഇരിക്കും. ഈ സമയത്ത് നമുക്ക് വേണമെങ്കിൽ മുട്ടയുണ്ടെങ്കിൽ മുട്ടയും ഇടാം. പക്ഷെ വിട്ടാലും അതും ശരിയല്ല. അയണും കാൽസ്യവും ചേർന്നാലും നമുക്ക് എന്താണ് വിഷമാണ്. ഒന്നിച്ച് കഴിക്കുകയല്ല. ഡോക്ടർമാരൊരിക്കലും കാൽസ്യം അയണും ഒന്നിച്ച് കഴിക്കാൻ തരില്ല. ഒന്നെങ്കിൽ രാവിലെ അല്ലെങ്കിൽ വൈകുന്നേരം, ഇങ്ങനെയാണ് തരുള്ളൂ. അതുകൊണ്ട് അങ്ങനെ ചെയ്യുന്നതും നല്ല ഭക്ഷണത്തിൻ്റെ, നമ്മൾ ഭക്ഷണം കഴിക്കുന്ന നല്ല ആരോഗ്യം കിട്ടാനാണല്ലോ, അത് ആരോഗ്യത്തിന് ഹാനികരമാണ്. ഇത്രയേ ഉള്ളൂ എൻ്റെ വീഡിയോ.